ശശിപാൽ, രാഷ്ട്രീയമായി വലിയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷവും BJP-യും മാസപ്പടി കേസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലിപ്പോൾ വന്നിട്ടുള്ള തുടർ നീക്കങ്ങളാണ്. വീണ വിജയനെ ചോദ്യം ചെയ്യാൻ പോകുന്നു ED എന്ന വിവരങ്ങൾ ഉൾപ്പെടെ വരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ 6 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CPIM മുഖ്യമന്ത്രിക്കും മകൾക്കുമൊപ്പം ഒറ്റക്കെട്ടായി അണിനിരക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. അത്തരം പ്രതികരണങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പ്രതിപക്ഷം ഇതിലുയർത്തുന്ന ഒരു സംശയമുണ്ടല്ലോ, സ്വർണ്ണക്കടത്ത് കേസ് പോലെ ഇത് തേച്ചു മായ്ച്ചു കളയാൻ പോവുകയാണോ എന്നൊരു ചോദ്യം ചില നേതാക്കളെങ്കിലും, ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ അത് ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയമായി എങ്ങനെയാണ് CPM ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ഏതായാലും ഈ വിഷയം ആളിക്കത്തിക്കും BJP-യും പ്രതിപക്ഷവും എന്ന് ഉറപ്പാണ്. എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രിയും CPM-ഉം ഇതിൽ പ്രതിരോധം തീർക്കുക? മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം എന്ന നിലയ്ക്ക് തന്നെയാണ് CPM ഇതിനെ കാണുന്നത് അല്ലേ? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താകും എന്നുകൂടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വിനീത, CMRL മാസപ്പടി കേസിൽ തുടക്കം മുതൽ തന്നെ അത് അഴിമതിയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. നിയമസഭയ്ക്കകത്ത് മാത്യു കുഴൽനാടനും പിന്നീട് സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷം ഒന്നാകെ ഈ വിഷയം ഉയർത്തി ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അടക്കം സംസ്ഥാനത്ത് ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ച് വിഷയം ആളിക്കത്തിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ പ്രതിപക്ഷം സംശയമുയർത്തുന്നുമുണ്ട്. നേരത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട 5 ഏജൻസികൾ അന്വേഷിച്ചിട്ടും മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനമായും ഒരു സംശയമായി ഉയർത്തുന്നത്. പിന്നീട് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് പ്രതിപക്ഷത്തിനുണ്ടായത്. അതേപോലെ തന്നെ ഈ വിഷയം ഏറ്റെടുത്ത് പിന്നീട് ഇത് പ്രധാന പ്രചാരണ ആയുധമാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റ് ജനകീയ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടോ ഇതിന് പിന്നിൽ എന്നടക്കമുള്ള സംശയങ്ങൾ ചില നേതാക്കളെങ്കിലും ഉയർത്തുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് CMRL വിഷയം ആളിക്കത്തിക്കാനുള്ള തീരുമാനം ഇതിനോടകം തന്നെ പ്രതിപക്ഷം എടുത്തു കഴിഞ്ഞു. ഒരു ഭാഗത്ത് ഈ വിഷയത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രചാരണം പ്രതിപക്ഷം എടുക്കും, അതിനൊപ്പം തന്നെ മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് തീരുമാനം. അതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് 6 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നത്. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് ഈ CMRL മാസപ്പടിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം വീണ തൈക്കണ്ടി ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു കൃത്യമായ ഒരു ഉത്തരം നൽകാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ മറ്റു പല പ്രധാനപ്പെട്ട സമകാലിക വിഷയങ്ങളിലും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയും. അത് ഗവർണർ ബില്ല് തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമടക്കം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രധാന വിഷയമാകും. ഏതായാലും ഏറ്റവും പ്രധാന രാഷ്ട്രീയ വിവാദം ഇപ്പോൾ ആളിക്കത്തുന്നതും അത് CMRL മാസപ്പടിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അത് മുഖ്യമന്ത്രിയുടെ ആ അധികാരം ഉപയോഗിച്ച് മകൾ അഴിമതി നടത്തി എന്ന് തന്നെയാണ് ആരോപണമായി പ്രതിപക്ഷം ഉയർത്താൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ എന്താകും അദ്ദേഹത്തിന്റെ ഉത്തരം എന്ന് നമുക്കറിയണം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വൈകിട്ട് 6 മണിക്ക് തത്സമയം റിപ്പോർട്ടറിൽ കാണുകയും ചെയ്യാം. ഞാൻ